പ്രിയപ്പെട്ടവർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്ന് 4 മണിക്ക് ഒരു സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കിയാലോ? വളരെ രുചികരമായൊരു സ്നാക്സ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാൻ ഒരു സാധ്യതയുമില്ല, അത്രയ്ക്ക് നല്ലതാണ്. അതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. എന്താ, കൂമ്പ്, വാഴക്കൂമ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് കേട്ടോ. വാഴക്കൂമ്പ് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചു. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യാനുസരണം മുളക് പൊടി, ആവശ്യാനുസരണം മല്ലിപ്പൊടി, കടലമാവ്. ഇത്രയുമാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡാക്കാരം ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിക്കുകയില്ല, എനിക്കിഷ്ടമല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്കും കടക്കാം ഡയറക്റ്റായിട്ടല്ലേ. അതായത് കടലമാവ് എടുക്കട്ടെ. ഇനി ഈ കടലമാവിൻ്റെ കൂടെ നമുക്ക് ഒരല്പം മതി. ഈ കടലമാവിൻ്റെ കൂടെ നമുക്ക് കടലമാവ് നമ്മുടെ ആവശ്യത്തിന്, കടലമാവിൻ്റെ കൂടെ നമുക്ക് അല്പം ഇഡ്ഡലി മാവും കൂടെ ചേർക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഞാൻ മൈക്കൊക്കെ കൊണ്ടുവച്ച് കുത്താൻ മറന്നു, വേണ്ട. കടലമാവിൻ്റെ കൂടെ നമുക്ക് ഒരല്പം ഇഡലി മാവും കൂടെ ചേർത്താൽ പിന്നെ നമുക്ക് ഗരം മസാല, ഈസ്റ്റും സോഡാക്കാരും ഒന്നും വേണ്ട. കടലമാവ് ഇതിലേക്ക് ഇടട്ടെ. കുറച്ചേ ഉണ്ടാക്കുന്നു. എനിക്കതിനിടയിൽ കൂടെ ഇത് ഉണ്ടാക്കാമെന്ന് വെച്ച് വരുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു തലയുറ്റൽ പോലെ വന്നു. സോഡിയം കുറഞ്ഞു. അത് കാരണം കൊണ്ട് ഞാൻ സോഡിയത്തിൻ്റെ ഗുളികയൊക്കെ എടുത്ത് കഴിച്ച് വെച്ചാണ് നിൽക്കുന്നത്. എത്രമാത്രം ഇത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കാരണം ഈ സോഡിയത്തിൻ്റെ കുറവ് വന്നാൽ അങ്ങനെ ഒരാഴ്ച 2 ദിവസമൊക്കെ സോഡിയം കുറഞ്ഞിട്ട് ഞാൻ വയ്യാതാവും. എന്നാലും ഇതൊന്നും കുറയ്ക്കുകയല്ല, ഞാൻ ചെയ്യും. നമുക്ക് ഒരു 2 സ്പൂൺ ഇഡ്ഡലി മാവ് കൂടെ ചേർക്കാം, മതി. ഒരല്പം ഗരം മസാലപ്പൊടി. ഈ സോഡിയം കുറയുന്ന ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് വയ്യാതായത്. അപ്പോൾ പിന്നെ ഞാൻ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി പാകത്തിന് ഉപ്പ് എടുക്കട്ടെ. ഉപ്പ് പൊടിച്ച് വെച്ചിരിക്കുക കേട്ടോ, കല്ലുപ്പ്. കുറച്ച് മതി, ഒരുപാടാകരുത്. മഞ്ഞൾപ്പൊടി ഒക്കെ അവരവരുടെ ആവശ്യാനുസരണം. മുളക് പൊടി എനിക്കിത് പൂർത്തീകരിക്കാൻ പറ്റുമോ സംശയമുണ്ട്, തല ചുറ്റുന്നുണ്ട്. സോഡിയം കുറഞ്ഞാൽ അങ്ങനെയാണ്. ചിലപ്പോൾ ഞാനിത് പൂർത്തീകരിക്കും, ചിലപ്പോൾ ഞാൻ പകുതിയാക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. ചീനിച്ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. സാധിച്ചാൽ സാധിക്കട്ടെ അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും.
ഉരുട്ടിയിടാൻ പാകത്തിന് ഇതൊന്ന് കലക്കിയിട്ട് ഇനി ഇതിലേക്ക് ഈ ഇഞ്ചി പച്ചമുളക് ഉള്ളി ഇടാം. പറ്റിയാൽ ചെയ്യാം, ഇല്ലെങ്കിൽ ശരിയാക്കിയിട്ട് എടുത്ത് വയ്ക്കാം. നാളെ ചെയ്യും, അത്രയല്ലേ ഉള്ളൂ. ഇനി കൂമ്പ് ഇത് മുഴുവൻ ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്, പക്ഷെ പറ്റുന്നില്ല വയ്യ. ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാം. നാളെ എനിക്ക് രാവിലെ ഒരു കല്യാണത്തിന് പോയി. അപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചു, ഉച്ചയ്ക്ക് ഒരു 11:30 ആകുമ്പോൾ ഊണ് കഴിച്ചു. അപ്പോൾ പിന്നെ വിശക്കുന്നു. നോക്കുമ്പോൾ ബിസ്ക്കറ്റും ഒക്കെ ഇരിപ്പുണ്ട്. മതി, ഇതെല്ലാം കൂടെ കുഴച്ചു. ഇതാ കടലമാവ്, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂൺ ഇഡ്ഡലി മാവ്, നമ്മുടെ ഇഞ്ചി പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, വാഴ കൂമ്പെന്നോ വാഴ ചുണ്ടെന്നോ വാഴ മാണിയെന്നോ എന്താ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാൻ വയ്യ. ഇത് ബാക്കി എടുത്ത് വയ്ക്കാം. ഇത് വളരെ രുചികരമായ ഒരു പലഹാരമാണ്. നിങ്ങളതിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. നിങ്ങളുടെ വീട്ടിലൊക്കെ കാണൂല സോഡിയത്തിൻ്റെ അസുഖമൊക്കെ ഉള്ളവർ. എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ ഇന്ന് വന്നത്. നമുക്ക് അടുപ്പത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ അടുപ്പ് കത്തിക്കാം. ഇത് അത്ര കത്തുന്നില്ല. പിന്നെ ഫാനും ഇട്ടിട്ടുണ്ട്. ഇത് കാരണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. എണ്ണ തിളയ്ക്കാം. ഇതൊരു വടയാണ് കേട്ടോ. ഇത് ഒരു വടയാണ്. ഇതുകൂടെ അങ്ങ് ഇട്ടേക്കാം അല്ലേ. പാലില്ലാതെ നിൽക്കാൻ പറ്റിയല്ല, പക്ഷെ ഭയങ്കര ചൂട്. പക്ഷെ എളുപ്പം തീയാത്തില്ല പാലുണ്ടെങ്കിൽ. നിങ്ങളുമൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. നല്ലൊരു സ്നാക്കാണ്. 4 മണിക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല. നേരത്തെ ഊണ് കഴിച്ചതല്ലേ. അപ്പം അത് കാരണം 4 മണിക്ക് ചായക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ കരുതി. പക്ഷെങ്കിൽ ഒക്കെ എടുത്തൊക്കെ വെക്കുമ്പോഴത്തേക്ക് എനിക്ക് സോഡിയം കൊണ്ട് വയ്യാതായി.
കറിവേപ്പിലയും കൂടെ ഇടട്ടെ. ഒരല്പം കറിവേപ്പിലയും കൂടി ഇടാം. അപ്പോൾ ഒരു മണം കിട്ടുമല്ലോ കറിവേപ്പില ഇട്ടാൽ. ഞാൻ ഇതിൻ്റെ കൂടെ പപ്പടം കൊണ്ട് ബോളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. വയ്യ, പറ്റുന്നില്ല. ആദ്യമായത് പാകവും തോന്നി. ഇച്ചിരൂടെ ഞാൻ വാഴമാണി ഇട്ടപ്പം അത് കടലങ്ങളോ കുറഞ്ഞോന്നൊരു സംശയം. കുഴപ്പമില്ല. ടീച്ചർക്ക് ആഴ്ചയിൽ ഒരിക്കൽ സോഡിയം കുറഞ്ഞ് വയ്യാതാവും. അപ്പം നമുക്കങ്ങ് തീരെ വയ്യാതാവും. എണ്ണ തിളക്കട്ടോ. എണ്ണ തിളക്കട്ടോ. എണ്ണ തിളക്കട്ടെ കേട്ടോ. എൻ്റെ കയ്യെ വെള്ളമയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പൊട്ടിയത്. പാത്രത്തിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ടിഷ്യൂ പേപ്പർ എടുക്കുക, അങ്ങ് അറ്റത്തായിട്ട് എടുക്കാൻ പറ്റില്ല. ടിഷ്യൂ പേപ്പർ ഷെൽഫിൻ്റെ അറ്റത്തേക്ക് പോയി, അത് എടുക്കാൻ പറ്റില്ല. എടുക്കട്ടെ. ടിഷ്യൂ പേപ്പർ നോക്കുമ്പോൾ അങ്ങ് അറ്റത്ത് ഷെൽഫിൻ്റെ അറ്റത്തേക്ക് പോയി, എടുക്കാനേ പറ്റുന്നില്ല. എടുത്തു. അതിനിടയിൽ കൂടെ ഞാൻ പറയാമല്ലോ, പിള്ളേർ കേൾക്കണ്ട. സ്റ്റാൻഡേർഡോട്ട് കയറ്റുമ്പം മൊബൈൽ താഴെ ഇവിടെ വീണിട്ട് താഴേക്ക് തെറിച്ചു. പുതിയ മൊബൈൽ ഇപ്പം മോൻ പോയപ്പോൾ മേടിച്ചോണ്ട് തന്നതാണ്. ആലോചിച്ച് നോക്ക്, ഭയങ്കര സങ്കടം. ഇത്രയും ദൂരെ വല്ല നാട്ടിലൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന കാശ് കൊണ്ട് മേടിച്ച് തന്നതല്ലേ, ഞാനത് സൂക്ഷിക്കണ്ടേ. ഇപ്പോൾ പറയാൻ ഞാൻ അങ്ങനെ ആയിരിക്കും. കയ്യിലിട്ട് വെള്ളം മുക്കിയിട്ട് നമുക്ക് തല ചുറ്റുന്നു. ഈ അടുപ്പയിലോട്ട് ചുറ്റും. എണ്ണ ചൂടായാൽ ഈ അടുപ്പയിലോട്ട് മാറ്റാം, കാരണം അത് വലിയ തിരിയ. ഫാനിട്ടിട്ട് ഫാനിട്ടാതെ വലിയ. ഇനി ഇത് ഉരുട്ടിയിടാം, കുറേശ്ശെ ഉരുട്ടിയിടാം. പാകം എങ്ങനെയാണെന്ന് മനസ്സിലായില്ല, കാരണം പിന്നീട് ഞാൻ മൈദ ഇട്ടില്ലേ, അല്ല പിന്നീട് ഞാൻ കടലമാവ് ഇട്ടില്ലല്ലോ. ആദ്യത്തേത് തന്നെ നിന്നില്ലേ, ആദ്യത്തേത് പാകമായിരുന്നു. പിന്നീട് ഞാനത് കുറച്ച് വാഴക്കൂമ്പും കൂടി ഇട്ടു. കൂമ്പ്, ഞങ്ങൾ കൂമ്പെന്നാണ് പറയുന്നത്, നിങ്ങളെന്താണോ പറയുന്നത്.
നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നത് കേട്ടോ, നിങ്ങളെ കാണിക്കാനും വേണ്ടി. ഇന്ന് ടീച്ചർ പോയി സോഡിയം കുറഞ്ഞ എങ്ങനെ ഇനി ഞാൻ പോയാൽ കിടക്കും, തിന്നാൻ പോലും ചിലപ്പോൾ നിൽക്കില്ല, പോയാൽ കിടക്കും. ഒരു ട്രിപ്പിലിടാനേ ഉള്ളൂ, പക്ഷെ രണ്ടായിട്ടിടാം. ഉണ്ടാക്കിയത് മാഷക്ക് കൊടുക്കാം. കുട്ടികൾ കണ്ടാലിപ്പോൾ വഴക്കുറയുമ്പോൾ വയ്യെങ്കിൽ പിന്നെ എന്തിനാ ഇതിൽ നിന്നോന്ന് ചോദിക്കും. ഏതായാലും ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചു, അപ്പം ഞാൻ ചെയ്യും. കഴിഞ്ഞു ഇനി ഉണ്ട്, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നില്ല. ഇത്രയും ഞാൻ കുഴച്ചുള്ളൂ. ഇത് മൂക്കട്ടെ, മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വർഷം മാറ്റിയിടാം. ഇതൊന്ന് തിരിച്ചിടട്ടെ. ആദ്യത്തേതൊക്കെ മൂക്കാൻ തുടങ്ങി. ഓരോ വശവും മറിച്ചിടണം. ഫസ്റ്റ് ഇട്ടതൊക്കെ മൂത്തു. നല്ലൊരു സ്നാക്കായി കേട്ടോ. വാഴക്കൂമ്പ് കൊണ്ടുള്ള കൂമ്പോ, നിങ്ങളെന്താ പറയുക, വാഴച്ചുണ്ട എന്നൊക്കെ പറയും. ഇതെനിക്കൊരു ഉഷാറില്ല അല്ലേ? അല്ലെങ്കിൽ ടീച്ചർ വയസ്സിനെയൊന്നും കണക്കാക്കാതെ നല്ല ഉഷാറായിട്ട് ചെയ്യില്ലേ? ഉഷാറില്ല, എനിക്ക് അറിയാം, ഉഷാറില്ല. പിന്നെ മാഷോട് ഇന്നലെ ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് കഴിക്കണം കേട്ടോ. ടീച്ചർ ഇത് ഉണ്ടാക്കുന്ന കാണണം കേട്ടോ. കണ്ടിട്ട് കഴിക്കാൻ നോക്കണം കേട്ടോ. ഞാൻ മൈക്കൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ അതുപോലും മറന്നുപോയി കുത്താനുമൊക്കെ. ചില ദിവസം മൈക്ക് കുത്തും, ചില ദിവസം കുത്തും. എൻ്റെ സൗണ്ടേ മൈക്ക് പോലെ ഉണ്ടല്ലേ. പിന്നെ ഇതൊരു അടിപൊളി വടയാണ്. വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു വട. ഇതിലെന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്? ഇതില് നമ്മൾ വാഴക്കൂമ്പ് പൊടി പൊടിയായിട്ട്, വാഴയുടെ മാണി, വാഴക്കൂമ്പ് ചുണ്ടെന്ന് പറയുന്നത്, പൊടി പൊടിയായിട്ട് അരിഞ്ഞു. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, പിന്നെ ചെറിയുള്ളി, വലിയുള്ളിയോ ചെറിയുള്ളിയോ ഇഷ്ടപ്പെട്ടത്, വലിയുള്ളിയോ എളുപ്പം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള കടലമാവും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി ഇത്ര ഇട്ടിട്ട് കറിവേപ്പിലയും ഇട്ട് ഇത് അല്പം വെള്ളം ഒഴിച്ച് ഒരു 2 ടീസ്പൂൺ ഇഡ്ലിമാവ് ഒഴിച്ച് നല്ലോണം കുഴയ്ക്കുക. ഇതെല്ലാം കൂടെ നല്ലോണം തിരുമ്മി കുഴയ്ക്കുക. അതിനുശേഷം എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇത് അതിലേക്ക് ചെറിയ ചെറിയ ഉരുളകട്ടായിട്ട് പെറുക്കിയിട്ട് ഒരു വശം മൂക്കുമ്പോൾ അടുത്ത വശം തിരിച്ചിട്ട് നല്ല ക്രിസ്പി ആകുമ്പോൾ കോരിയെടുക്കണം. നല്ല അടിപൊളി ഒരു സ്നാക്കാണിത്. വാഴക്കൂമ്പിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അയണാണ്, അയണാൽ സമ്പുഷ്ടമാണ് വാഴക്കൂമ്പ്. ഈ അടുപ്പ് ഒത്തിരി സ്ലോയാണ്, അതിലൂടെ പാലും കൂടെ കറങ്ങുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട്. ഇങ്ങോട്ട് പിന്നെ എടുത്ത് വയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നല്ലോണം കാണട്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ഒട്ടും അത്
അപ്പോഴാണ് തിളക്കുന്നത് നല്ലതാണ്. ഇത് നല്ലൊരു സ്നാക്കാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നല്ലതാണ്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ടീച്ചർ ഇതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴാണ് സോഡിയത്തിൻ്റെ പ്രശ്നം ഉണ്ടായത്. അല്ലെങ്കിൽ ഞാൻ ഇന്നും ഇതിൽ നിൽക്കില്ലായിരുന്നു. കല്യാണത്തിന് പോയിട്ട് വന്നപ്പം അത് 11:30 കഴിച്ചതാണ്. അപ്പം എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. നോക്കുമ്പം ബിസ്ക്കറ്റൊക്കെ ഇരിക്കും. ഇത് 3, 4, 5, 6, 7, 8, 11 ഉണ്ട്. ഇത് അധികം വരും. മാസത്തിൽ 4 കഴിക്കും. ഞാൻ 3 7 ബാക്കി 4 അതിരിക്കും. ഫോൺ താഴേക്ക് വീണു. ഒന്നും പറ്റിയില്ല. എന്നാലും എനിക്കൊരു വിഷമം. കുട്ടികൾ ഇത്ര കഷ്ടപ്പെട്ട് മേടിച്ച് തന്നിട്ട് ഞാനത് എനിക്ക് സ്റ്റാൻഡിലേക്ക് വയ്ക്കുമ്പോഴേ അതിലേക്ക് ഇങ്ങനെ കയറുകയില്ല. കയറാതെ തെറിച്ച് ഈ താഴേക്ക് വീഴും. ചൂടാ. അത് 2 ലൈറ്റ് വിട്ടിട്ടുണ്ട്. ഭയങ്കര ചൂടാ. ഞാൻ ഇതിലൂടെ ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇന്നെനിക്ക് വയ്യ. നല്ല സിമ്പിളായിട്ടാണ് ഒരു ബ്യൂട്ടി ടിപ്പ്. ചെറിയ തീയിലിട്ട് വേവിക്കണം, മൂപ്പിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നാലേ നന്നായിട്ട് വാഴക്കൂമ്പിന് വേവുണ്ട്. നന്നായിട്ട് വേണമെങ്കിൽ ചെറിയ തീയിലിട്ട് വേണം. ഇതിപ്പോൾ പുള്ളിലിട്ടേക്ക് എന്താ പറയുക, ഫാൻ കറങ്ങുന്നതുകൊണ്ട് ചെറുതായിട്ടേ കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ കിടക്കും. എനിക്ക് വയ്യ. പിള്ളേർ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പാചകത്തിലൊന്നും പോലെ നിൽക്കരുതെന്നാണ്. അമ്മയ്ക്ക് ഇനി പാചകമൊന്നും ചെയ്യണ്ട. നമ്മൾ അങ്ങനെ കേട്ടോണ്ടിരുന്നാൽ ശരിയാവില്ല. ഇതാണ് നമ്മുടെ, അതായത് പേര് പറയൂ, നമ്മുടെ വാഴക്കൂമ്പ് കൊണ്ടുള്ള വട. വാഴക്കൂമ്പ് ഉള്ളിവട. ഉള്ളിവട പോലെ വാഴക്കൂമ്പ് വട. നല്ലതാണ്. മൂക്കട്ടെ, നന്നായിട്ട് മൂക്കട്ടെ. മൂക്കട്ടങ്ങനെ മൂക്കട്ടെ അല്ലേ? ഞാൻ ഈ കൂമ്പ് മുഴുവനും എടുത്തേനെ. അപ്പുറത്തെ വീട്ടിലെൻ്റെ സുഹൃത്ത് കുട്ടിയുണ്ട്, അവൾക്കും കൊടുക്കാറുണ്ട്. അവൾ വൈകിട്ട് ഡ്യൂട്ടിയും കഴിഞ്ഞ് വരും. പക്ഷെ എനിക്ക് വയ്യ. രണ്ടു വശവും മൂക്കട്ടെ. ഇത് വേഗം, ഇത് കുറച്ച് വേവുണ്ട് കേട്ടോ. വാഴക്കൂമ്പിന് വേവുണ്ടല്ലോ. അപ്പോൾ അത് പിന്നെ ഒന്നാമത് നല്ലോണം തിരുമ്മണം. ഉപ്പും മുളകും മസാലകൾ, ഗരം മസാലയും കായും, അങ്ങനെ മറന്നു പറയാം, കായം ഇട്ടിട്ടുണ്ട് കേട്ടോ. കായവും ഇതെല്ലാം ഇട്ട് നന്നായിട്ട് തിരുമ്മണം. എനിക്കെൻ്റെ കൈക്ക് അത്ര ബലമില്ലല്ലോ. തിരുമ്മി ഇത്തിരി നേരം വെച്ചാൽ ഒന്നും കൂടി നല്ലതാണ്. അത് സ്ഥിരമായിട്ട് 4 മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി മാഷക്കും പിള്ളേർക്കും കൊടുക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ വയ്യാതായപ്പോൾ അതൊന്നുമില്ല. ഏത് വടയെക്കാട്ടും രുചിയാണിത്.
പരിപ്പോടെക്കാട്ടിലൊക്കെ ഫാർ ഫാർ ബെറ്റർ. പിന്നെ അത് തന്നെയല്ല, ഇത് പോഷക ഗുണം കൂടുതലല്ലേ. ഇതിലെല്ലാം നല്ല സാധനങ്ങളില്ലേ, വാഴക്കൂമ്പ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, ഇതെല്ലാം നല്ലതല്ലേ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? സൂപ്പറാ. നമ്മുടെയൊക്കെ വീടുകളിലില്ലേ വാഴക്കൂമ്പ്? ചില സ്ഥലങ്ങളിൽ ചുണ്ടെന്ന് പറയും, ചുണ്ട്. ഒരല്പം കൂടെ. ഞാൻ ഇതിൻ്റെ കൂടെ ബോളിയും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്. തല ചുറ്റുന്നുണ്ട്, എളുപ്പം പോയി. ഇത് ഓഫാക്കി. ഇതോ മനോഹരമായ, രുചികരമായ, പോഷക സമൃദ്ധമായ വാഴക്കൂമ്പ് വട. വാഴക്കൂമ്പ് കൊണ്ടുള്ള വടയാണിത്. വളരെ ടേസ്റ്റിയാണ്, വളരെ ചൂടാണ്, വളരെ ഗുണകരമാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എളുപ്പം ചെയ്യാവുന്നതാണ്. അറിയാമല്ലോ, പറഞ്ഞപ്പോൾ മനസ്സിലായാലും ഇനി ഒന്നുകൂടെ ഞാൻ പറഞ്ഞ ആവർത്തന വിരസമാക്കട്ടല്ലോ. എല്ലാവർക്കും ഒരു ശുഭ സായാഹ്നം നേരുന്നു. എല്ലാവർക്കും ഒരു ശുഭ സായാഹ്നം നേരുന്നു. എല്ലാവരും സുഖമായും സമാധാനവുമായും സന്തോഷമായും ദീർഘായുസ്സോടും ഇരിക്കാൻ നിങ്ങളുടെ ടീച്ചർ പ്രാർത്ഥിക്കുന്നു. ടീച്ചർക്ക് ഇന്നത്തെ വയ്യ, സോഡിയം കുറഞ്ഞു. അത് കാരണം കൊണ്ട് ഇതുണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അത് അറിഞ്ഞത്. പിന്നെ അതുകൊണ്ട് ഞാൻ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്തെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒത്തിരി വാചകമൊന്നും ഇല്ലാത്തത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ വീടുകളിലും ഉള്ളതാണല്ലോ വാഴക്കൂമ്പ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. എല്ലാവരും സരസ്വതി സരീവിലേക്ക് കയറി ചാനലൊക്കെ സബ് ചെയ്യണം. ഇത് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്.